ചിലരുണ്ട് ഒരു എക്സാം കഴിയുമ്പോഴത്തേക്കും ഡള്ളായി പോകും, അയ്യോ എനിക്ക് പറ്റിയില്ല. ആ ഒരു ഇത് മാറ്റണം. കാരണം എക്സാം നമ്മൾ കുറേ 2-3 വട്ടം എഴുതുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ച് ചെയ്യണം. യൂട്യൂബിൽ ക്ലാസ് കണ്ടിട്ട് അപ്പം തോന്നി എന്നാൽ സഹകാരിയിൽ കയറി പഠിക്കാം. കാരണം എങ്ങനെയും പഠിച്ചെടുക്കണമെന്നൊരു വാശി അന്നേരം ഉണ്ടായിരുന്നു. ലാസ്റ്റാണെന്നൊരു ചിന്ത ഉള്ളിൽ തോന്നി. അങ്ങനെ കയറി. അപ്പോൾ അതിൽ ഇത്രയും വന്ന് എത്താൻ പറ്റും. സഹകാരിയോട് നല്ല രീതിയിൽ സന്തോഷം അറിയിക്കുകയാണ്. അതിജീവനങ്ങളിലൂടെയാണ് ഓരോ പോരാളിയും ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത് കേരള ബാങ്കിൽ 34 റാങ്ക് നേടിയ രോഹിണിയാണ്. രോഹിണി ജോലിയോടൊപ്പമുള്ള പഠനം, അതായത് കുറച്ചധികം കാര്യങ്ങൾ രോഹിണിക്ക് പറയാനുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമുക്ക് ഇതുപോലൊരു പരീക്ഷയിൽ ആദ്യ റാങ്കുകളിലേക്ക് എസ്പെഷ്യലി നമുക്ക് വന്ന് ഇപ്പോൾ നിലവിൽ അഡ്വൈസിൻ്റെ മധുരം അല്ലേ, വളരെ അഡ്വൈസ് കൈപ്പറ്റിയിരിക്കുകയാണ്. അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയിട്ടില്ല. ഓണത്തിന് അല്ലേ, ഓണസമ്മാനമായിട്ട് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉടൻ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്കൊന്ന് കുറച്ച് ഡിലേ വന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്നാലും ആദ്യമായിട്ട് ചോദിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ അല്ലേ, അച്ചീവ്മെൻറ്റ് നമുക്ക് ഇപ്പോൾ നാട്ടിലൊക്കെ അറിഞ്ഞോ ഇങ്ങനെ അത്യാവശ്യം ഉയർന്ന റാങ്ക് കിട്ടിയവർ? ഏകദേശം ഇവിടെ കുറച്ച് പേരോടെ പറഞ്ഞല്ലോ, അപ്പോയിൻമെന്റ് വന്നിട്ട് പറയാമെന്നായിരുന്നു. ഓക്കെ. അപ്പം അറിഞ്ഞ ഒരു സ്റ്റാർ പരിവേഷം ഉണ്ട്, കുഴപ്പമില്ല, ഉണ്ട്. പ്രത്യേകിച്ച് ബാങ്കിലുണ്ട്. ഓക്കെ. ബാങ്കിൽ അറിയാമായിരുന്നു, പഠിക്കുന്നവരെ അറിയാമായിരുന്നു. സെക്രട്ടറി സാറിനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ വന്നപ്പോഴേ സാറിനോട് പറയും, ഇപ്പൊ എല്ലാവർക്കും അറിയാം, ബാങ്കിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ശരിക്കും ബാങ്കിൽ പോയി കാണേണ്ടതായിരുന്നു തോന്നുന്നല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ വളരെ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ ആളുടെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ അവസരത്തിൽ നമ്മൾ ഓർത്ത് എടുക്കുന്ന ഒരു സപ്പോർട്ട് ആളുടെ ഭാഗമുണ്ടായിരുന്നു. മെയിനായിട്ട് ഹസ്ബൻഡും ആങ്ങളെ അവരാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾ 3 പേരൂടെ താമസിക്കുന്നത്. അപ്പോൾ ഫുഡിലൊക്കെ ആണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ച് അവർ ഓക്കെ. അപ്പം മെയിനായിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ സഹകാരിക്ക് ഞാൻ ശരിക്കും, കാരണം എന്താ വെച്ചാൽ JC-യുടെ ഇത് കഴിഞ്ഞപ്പം ഇപ്പം ലിസ്റ്റിലുണ്ട് എങ്കിൽ പോലും നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കൂടെ വന്നപ്പോൾ ഒരു ഡള്ളായി പോയായിരുന്നു. അന്നേരം ഇത് കേരള ബാങ്ക് വരുമ്പോൾ അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് ജോലി എല്ലാം കൂടെ ഉള്ളപ്പം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഓരോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പോൾ കയറി ഇറങ്ങി കഴിഞ്ഞ ഇപ്പം 5 വർഷത്തോളമായി ജോലിക്ക് കയറിയിട്ട്, അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം ആ പഠിത്തത്തിനകത്താണല്ലോ ഒരു ശരിക്കൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ പിന്നെ യൂട്യൂബിൽ ക്ലാസ് കണ്ടിട്ട് അപ്പം തോന്നി എന്നാൽ സഹകാരിയിൽ കയറി പഠിക്കാം. കാരണം എങ്ങനെയും പഠിച്ചെടുക്കണമെന്നൊരു വാശി അന്നേരം ഉണ്ടായിരുന്നു. ലാസ്റ്റാണെന്നൊരു ചിന്ത ഉള്ളിൽ തോന്നി. അങ്ങനെ കയറി. അപ്പോൾ അതിൽ ഇത്രയും വന്ന് എത്താൻ പറ്റും. സഹകാരിയോട് നല്ല രീതിയിൽ സന്തോഷം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ലൈവ് റെക്കോർഡ് ക്ലാസ് എനിക്ക് അങ്ങനെ കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. അല്ലാണ്ട് റെക്കോർഡ് ചെയ്ത ക്ലാസ് പക്കയായിട്ട് കേൾക്കുകയും ഫോളോ അപ്പ് ചെയ്യും. പിന്നെ നോട്ടാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എപ്പോൾ എടുത്ത് നോക്കിയാലും വാരി വലിച്ചൊന്നുമല്ല, കൃത്യമായിട്ടെന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള എല്ലാ കോച്ചിങ് പരിപാടികളിലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ നമുക്ക് റെക്കോർഡ് ക്ലാസ് തന്നെ കറക്റ്റ് ഫോളോ ചെയ്യുകയും അതിന്റെ എക്സാംസ് അല്ലേ നമ്മളെ എക്സാംസ് കൃത്യമായിട്ട് നമ്മൾ ആ സമയത്തിന്റെ ഷെഡ്യൂളിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് രോഹിണി. അപ്പോൾ എത്ര സമയം പഠിക്കാൻ വേണ്ടി? പഠിക്കാൻ മെയിൻ രാവിലെ കൂടുതലും വർക്കിങ്ങിന് പോകുന്നതുകൊണ്ട് സമയം കിട്ടില്ല. പോകുമ്പോൾ പിന്നെ ഹെഡ്സെറ്റ് വെച്ച് റെക്കോർഡ് ക്ലാസ് കേൾക്കുമായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞ് 7 മണി തൊട്ട് ഞാൻ ഇവിടെ തന്നെ ഉള്ളൂ. ഇവർ താമസിച്ചാണ് വരുന്നത്. അപ്പോൾ ഒരു 7 തൊട്ട് ഒരു 8:30 വരെ കണ്ടിന്യൂസ് പഠിക്കും. അതിനുശേഷം ഫുഡെല്ലാം കഴിഞ്ഞിട്ടൊരു 10-11 ആ ടൈം വരെ ഇരുന്ന് പഠിക്കുമായിരുന്നു. രാവിലെ എഴുന്നേക്കുന്നത് എത്ര മണിക്കാണ്? രാവിലെ 5 മണിയൊക്കെ എണീച്ചപ്പോൾ പോകുന്ന ബുദ്ധിമുട്ട് തിരക്കൊക്കെ ആയതുകൊണ്ട് രാവിലെ പിന്നെ അന്നേരം അടുക്കളയിൽ ഫോണിൽ വെച്ചിട്ട് കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഇവര് ഈ കേരള ബാങ്ക് എസ്പെഷ്യലി സൊസൈറ്റി കാറ്റഗറിക്കാരെ എല്ലാവരും കേട്ടുപടുത്തുന്ന ആശാന്മാരുമാണ്. കാരണം എല്ലാവരും മിക്കവാറും എല്ലാവരും മാരീഡാണ്, അല്ലെങ്കിൽ ജോലിയുണ്ട്, ചിലപ്പോൾ 2 കുട്ടികളൊക്കെ വളർത്തിക്കൊണ്ട് ആ ഒരു ആദ്യ റാങ്കിലേക്ക് എത്തിയ ഉദ്യോഗാർത്ഥികളുണ്ട്. അവരെല്ലാവരും കൂടുതലും കണ്ടുപഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കേട്ട് പഠിക്കുക, അല്ലെങ്കിൽ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ എക്സാം എഴുതി പഠിക്കുക. എന്തായാലും വഴി മുന്നിൽ അല്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത്, അല്ലെങ്കിൽ ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വഴി അറിയാതെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും രോഹിണി
രോഹിണിക്ക് എന്താണ് നമ്മുടെ പിള്ളേരുടെ അടുത്ത് പറയാനുള്ളത്? ഇപ്പം നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതിപ്പോൾ എത്ര മാത്രം നമുക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യണം. പിന്നെ പഠിച്ച കാര്യം ഒന്നും കൂടി ഓർത്തെടുക്കാൻ നോക്കണം. ഇപ്പം അവിടെ തന്നെയാണ് സഹകാരിയിൽ എക്സാം ഉള്ളത് ഏറ്റവും നല്ലൊരു കാര്യം. നമ്മൾ പഠിച്ച പോർഷനിൽ നിന്ന് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നെഗറ്റീവ് വരുന്നത്. പിന്നെന്ന് വെച്ചാൽ ചിലരുണ്ട് ഒരു എക്സാം കഴിയുമ്പോഴത്തേക്കും ഡള്ളായി പോകും, അയ്യോ എനിക്ക് പറ്റിയില്ല. ആ ഒരു ഇത് മാറ്റണം. കാരണം എക്സാം നമ്മൾ കുറേ 2-3 വട്ടം എഴുതുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ച് ചെയ്യണം. പിന്നെ ഞാനതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരോടെല്ലാം പറയും, സഹകാരി നല്ല ക്ലാസ്സാണ്. അപ്പം അതിനനുസരിച്ചിട്ട് കുറേ പേര് കയറി അവരെല്ലാവരും നല്ല കമൻറ്റ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. കമന്റ് മാത്രമല്ല, എല്ലാവരും ജോലിയിലേക്ക് എത്തും. അതെ 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 അതെ. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ നിലവിൽ CSEബിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റി വരും. അതുപോലെ ഇനി വരുന്ന PSC വഴിയുള്ള ഓപ്പർച്യൂണിറ്റികളെല്ലാം എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലിയുടെ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഉഴപ്പിയിട്ട് കാര്യമില്ല. എല്ലാവർക്കും വിജയാശംസ നേരുകയാണ് രോഹിണിയോടൊപ്പം.